വികസനങ്ങൾ നടത്തുന്നതിന്റെ ഇത് വെച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാറ്. അപ്പം ജോസ് കെ മാണി നല്ലൊരു നേതാവും പാലായ്ക്ക് വേണ്ടി നല്ലപോലെ പ്രവർത്തിക്കുന്നതും ആളാണ്. ഞങ്ങളിൽ ഒരാളാണ് ഞങ്ങളുടെ ജോസ് കെ മാണി. ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞങ്ങളോടൊപ്പമുണ്ട്. സാധാരണക്കാരനായി തന്നെ ജീവിക്കുന്ന വ്യക്തി. മാണി സി കാപ്പനെ ഞങ്ങൾ കാണാറില്ല. ഞങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളല്ലേ. അപ്പം ഈ അദ്ദേഹം ഇതിലെ കാറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ അദ്ദേഹത്തെ ഇതുവരെ ഒരു പരിപാടിക്കോ ഇവിടെ ഈ നാട്ടിലൊരു വികസന പരിപാടിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ BJP എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, ടോൺ ജോർജ് എന്ന് പറയുന്ന BC ജോർജിന്റെ. അവന്റെ അപ്പന്റെ വില പോലും ഇപ്രാവശ്യം അവന് കിട്ടുകയില്ല. അവന്റെ അപ്പനുള്ള വില പോലും ഇവിടെ കിട്ടുകയില്ല. ഒന്ന് നമസ്കാരം. പാലയിലെ തിരഞ്ഞെടുപ്പ് മത്സരം അത് വലിയ രീതിയിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് ജനങ്ങളുടെ ഒരു പൾസ്? ജനങ്ങൾ ഇക്കുറി ആർക്കൊപ്പമാണ് എന്നാണ് അറിയേണ്ടുന്നത്. നമുക്കറിയാം ത്രികോണ മത്സരം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ പോകുന്നത്. ചേട്ടാ, പാലയിലെ തിരഞ്ഞെടുപ്പ് ത്രികോണ മത്സരമാണോ? ത്രികോണ മത്സരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ത്രികോണ മത്സരത്തിന്റെ ഒരു ആവശ്യമില്ല. അവിടെ ജോസ് കെ മാണി തന്നെ അവിടെ ജയിക്കുള്ളൂ. ജോസ് കെ മാണി എന്നുള്ള ആ ഒരു ഉറപ്പിന്റെ കാരണം എന്താണ്? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജോസ് കെ മാണി വികസനങ്ങൾ നടത്തുന്നതിന്റെ ഇത് വെച്ച് നോക്കിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാറ്. അപ്പം ജോസ് കെ മാണി നല്ലൊരു നേതാവും പാലായ്ക്ക് വേണ്ടി നല്ലപോലെ പ്രവർത്തിക്കുന്നതും ആളാണ്. ഇപ്പോൾ ത്രിവേറ്റി, അതുപോലെ മറ്റേ സയൻസ് സിറ്റി, ഇതെല്ലാം ജോസ് കെ മാണിയുടെ നിൽക്കുന്നതാണ്. പിന്നെ അതുപോലെ പാല ഗവൺമെന്റ് ആശുപത്രി ക്യാൻസർ സെന്ററിന്റെ അത് അങ്ങനെയൊക്കെ ജോസ് കെ മാണി കൊണ്ടുവന്നതാണ്. വേറെ പല നേതാക്കന്മാരും പാലായിൽ ഉണ്ടായിട്ട് ഇതുവരെ ഒരു വികസനങ്ങൾ പാലായി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ ജോസ് കെ മാണിയുടെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും. ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? ആര് ജയിക്കും? തീർച്ചയായിട്ടും ജോസ് കെ മാണി സാർ ജയിക്കും. അതിന് കാരണമുണ്ട്. ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടുന്ന് തെരഞ്ഞെടുത്തു പോയ ഒരു MLA പാലായ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല സംസാരമാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ടൊക്കെ നടക്കുന്നതാണ്. പല ആൾക്കാരും പറയുന്നു MLA എന്നത് തീർത്തും പരാജയമായിരുന്നു. ജോസ് കെ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല കാര്യങ്ങളും ഒരു MP എന്ന നിലയിൽ പല കാര്യങ്ങളും പാലായില് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു. അതാണ് പുള്ളിക്കുള്ള ഒരു MLA സ്ഥാനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാലായില് പഴയ പ്രതാപം വീണ്ടും ഉണ്ടാവും. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ? നല്ല വികസനം തന്നെയാണ്. അത് ജോസ് കെ മാണിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ തന്നെയാണ് പഞ്ചായത്ത് കഴിഞ്ഞ് തന്നെ ഇവിടെ തന്നെ LDF ആണ് ഭരണത്തിൽ വന്നത്. അതായത് ഇവിടെ പോരായുള്ള വഴികളെല്ലാം തന്നെ LDF എല്ലാം ടാറിങ് ചെയ്ത് എല്ലാം ഇവിടെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ജോസ് കെ മാണി തന്നെ ജയിക്കണമെങ്കിൽ 100% വിശ്വാസം. അതായത് ഒട്ടുമിക്ക ആളുകളും ജോസ് കെ മാണി എന്നുള്ള പേര് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചേച്ചി ഉണ്ട് ഈ കടയിൽ. നമുക്ക് ആ ചേച്ചിനോട് കൂടെ ചോദിച്ചു നോക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഒക്കെ? ശക്തമായി പോകുന്നു. ഇപ്പൊ ഈ കടയിലൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാണാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. എന്തൊക്കെയാ ഇവിടെ ശരിക്കും പാലയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? പാലയിൽ 3 മുന്നണികളും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ആരാണ് പവർ കൊടുക്കുന്നത്? ഞങ്ങളുടെ ജോസ് കെ മാണി തന്നെ. അതെന്താ അങ്ങനെ പറയാ? അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞങ്ങളിൽ ഒരാളാണ് ഞങ്ങളുടെ ജോസ് കെ മാണി. ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞങ്ങളോടൊപ്പമുണ്ട്. സാധാരണക്കാരനായി തന്നെ ജീവിക്കുന്ന വ്യക്തി. ഞങ്ങൾക്ക് ഏത് ആവശ്യത്തിനും എപ്പോൾ വിളിച്ചാലും പുള്ളി ഞങ്ങളുടെ സമീപത്തുണ്ട്. വിളിച്ചിട്ടുണ്ട്. ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് ആവശ്യത്തിനാണേലും നമ്മളിപ്പോ ഒരു പരിപാടിക്ക്, ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു മരിച്ചടക്കിനോ ഒക്കെ ചെന്നാല് ഞങ്ങളുടെ അടുത്ത് വന്നൊന്ന് സംസാരിക്കാറുണ്ട്. നിഷ ചേച്ചി അതുപോലെ തന്നെ നല്ല സോഷ്യലായിട്ട് ഞങ്ങളോട് ഒന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം എനിക്കൊന്ന് പറയാൻ പറ്റുമെങ്കിൽ, ഇപ്പം ക്യാമറയ്ക്ക് മുന്നിലൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉള്ളത് നമ്മളോട് ഷെയർ ചെയ്യാം. അതായത് ഇപ്പൊ സാറിനെ വിളിച്ച്, അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് ഒന്നും നടക്കില്ല എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയതുപോലെ. ഞങ്ങൾക്ക് ഈ വഴിവിളക്കിന്റെ മെയിനായിട്ട് വഴിവിളക്ക് ഈ ജംഗ്ഷനിൽ തന്നെ ഞാൻ എന്നും ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ജോസ് കെ മാണിയുടെ ഫണ്ടിൽ നിന്നാണ് ഇവിടുന്ന് ജസ്റ്റ് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വഴിവിളക്ക് ഉണ്ട്. പിന്നെ ആക്കക്കുന്നേ ഭാഗത്തുണ്ട്. ഇതൊക്കെ സാറിന്റെ ഒരൊറ്റ ഞങ്ങള് പറഞ്ഞ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് സാധിച്ചു തന്നതാണ് സാറ്. ഈ ആവശ്യം സിറ്റിംഗ് MLA-യോട് ഉന്നയിച്ചിരുന്നില്ലേ? ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. ഞാൻ പുള്ളിയെ അങ്ങനെ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ എനിക്ക്, അതായത് നമുക്ക് നേരിട്ട് പോയി ആവശ്യങ്ങളൊക്കെ പറയാൻ പറ്റിയ ഒരാള് ജോസ് കെ മാണി തന്നെയാണ്. തീർച്ചയായിട്ടും. നമ്മൾ എപ്പോഴും കാണുന്ന വ്യക്തിയാണ്. നമുക്ക് എവിടെയും കാണാൻ പുള്ളിയുടെ പ്രസൻസ് എപ്പോഴും ഉണ്ട് എവിടെയും. അതാണ് മറ്റുള്ള വ്യക്തി എന്ത് വേണമെങ്കിൽ ധൈര്യത്തോടെ അറിയാം. ഞങ്ങൾക്ക് നിഷ ചേച്ചി അതുപോലെ തന്നെയാണ്. നിഷ ചേച്ചിയോടും എന്തെങ്കിലും പറഞ്ഞാല് അപ്പൊ തന്നെ ഞാൻ ജോസിനോട് പറയാം, ശരിയാക്കി തരാം എന്നൊരു പറയാനൊരാള് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ബലമാണ് പുള്ളിക്കാരി.
നമ്മളോടൊപ്പം കുറച്ച് ഓട്ടോ ചേട്ടന്മാരും കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ആവേശം? തെരഞ്ഞെടുപ്പ് നല്ല ആവേശമാണ്. ആര് ആയിരിക്കും ഇത്തവണ പാലയില്? പാലയിൽ ജോസ് കെ മാണി ജയിക്കും. അതെന്താ ഒരു സംശയമില്ലാതെ പറയുന്നത്? സംശയമില്ല, ഞങ്ങൾ LDF വീണ്ടും അധികാരത്തിൽ വരും. അതെന്താ എത്ര ഉറപ്പ്? അത് ക്ഷേമ പെൻഷൻ ഒക്കെ 2000 രൂപയാക്കി. മറ്റ് ആനുകൂല്യങ്ങളെല്ലാം സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം സർക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണി വീണ്ടും അധികാരത്തിലേക്ക് വരും. UDF വന്നു കഴിഞ്ഞാല് 3000 രൂപ കൊടുക്കാന്നാ പറഞ്ഞത്. അല്ല, മാണി സി കാപ്പനെ ഞങ്ങൾ കാണാറില്ല. ഞങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളല്ലേ. അപ്പം ഈ അദ്ദേഹം ഇതിലെ കാറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ അദ്ദേഹത്തെ ഇതുവരെ ഒരു പരിപാടിക്കോ ഇവിടെ ഈ നാട്ടിലൊരു വികസന പരിപാടിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പുള്ളി അദ്ദേഹം ഇവിടെ വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കണ്ടതാണ്. പിന്നെ അതുപോലെ ഓപ്പൺ വണ്ടിയിൽ ഇതിലേ വരുന്നത് കണ്ടു. അല്ലാതെ വേറെ നമ്മൾ ഇതുവരെ പുള്ളി കണ്ടിട്ടില്ല. നമുക്ക് ഇപ്പം LDF സർക്കാർ അധികാരത്തിൽ വരുവാണെങ്കിൽ ഒത്തിരിയുടെ സ്ത്രീകൾക്കാണെങ്കിൽ 1000 രൂപ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. 2000 രൂപ പ്രായമായ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു ആനുകൂല്യങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ പാലയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ജോസ് കെ മാണി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അതെ ഉണ്ട്. അദ്ദേഹം 50 കൊല്ലമായിട്ട് ഇവിടുത്തെ MLA ഒക്കെ ആയിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും വീണ്ടും ജോസ് കെ മാണി തന്നെയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ആ പഴയ പ്രതാപത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അച്ഛൻ ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ ജോസ് കെ മാണി വന്നാൽ ഉണ്ട്. ജോസ് കെ മാണി വന്നാൽ അതെല്ലാം പൂർത്തീകരിക്കും. അത് ഒരു നല്ല കാര്യമാണ് ജോസ് കെ മാണി വരുന്നത്. പിന്നെ ഇപ്പൊ ഷോൺ പുതിയതായിട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പുലിന് ഒരു വീടൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹവും വലിയ കാര്യമുണ്ട് ഒന്നുമില്ലെന്നേ. അത് പുള്ളിയുടെ അച്ഛനും വളരെ ഇതായിട്ടല്ലേ പെരുമാറുന്ന ആൾക്കാരോടൊക്കെ. ഞാനൊക്കെ SNDP പ്രവർത്തകരാണ്. SNDP എന്ന് പറയുന്ന സമുദായത്തിന്റെ സംഘടനയുടെ പ്രവർത്തകരൊക്കെയാണ്. ഞങ്ങളെയൊക്കെ വളരെ മോശമായിട്ട് അദ്ദേഹം അപമാനിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ ഇവിടെ ഒന്നുമല്ലെന്നേ. പുള്ളി ഒന്നുമല്ല. ഇപ്പം അതായത് BJPക്കാർ അവരുടെ വോട്ട് അവർക്ക് ചെയ്താൽ മതിയേ. ജോസ് കെ മാണി വീണ്ടും അധികാരത്തിലേക്ക്, ജോസ് കെ മാണി ജയിക്കും. ജോസ് കെ മാണി മന്ത്രിയാണ്. ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് LDF വരും. ഇല്ല, ഉറപ്പാ അത് LDF അധികാരത്തിൽ വരും. എല്ലാം പുള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്തുണയ്ക്കും. കാരണം പിന്നെ സംശയം ജോസ് കെ മാണി ജയിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ പുള്ളിയും നമ്മളും കട്ടച്ചങ്ക എന്ന് പറയും. ഇപ്പൊ നേതാക്കന്മാരെന്നൊക്കെ പറയുമ്പോ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ കിട്ടാറില്ല. നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ LDF കൂടെ എന്തെങ്കിലും ഉണ്ടാവും. അനുഭവം കൊണ്ട് പറയാണോ? സംശയം അതുകൊണ്ടാ ഉണ്ടാവും. അത് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. തിരഞ്ഞെടുപ്പ് തന്നെയാണോ ചർച്ച? പിന്നെ തെരഞ്ഞെടുപ്പ് തന്നെയല്ലേ ചർച്ച. എന്താണ് പാലക്കാരുടെ ഒരു പാലക്കാരെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി ഈ പ്രാവശ്യം ജയിക്കും. സംശയമില്ല, ഒരു സംശയമില്ല. അതെന്താ എത്ര ഉറപ്പ്? എന്താ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തേക്കാളും വോട്ട് ഈ പ്രാവശ്യം കൂടും. ഒന്ന് പിന്നെ മാനസികാപ്പൻ എന്ന് പറയുന്ന ആൾ ഇതുവരെ 5 വർഷം നമ്മൾ ജയിച്ച വോട്ട് 10000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് ആറേക്കോട്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത വർഷത്തിന്റെ വരെ വോട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് എടുക്കുകയല്ല. എന്താ കൊടുക്കാതെ എന്താ ചെയ്ത് 5 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ചെയ്തോ? പിന്നെ BJP എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, ഷോൺ ജോർജ് എന്ന് പറയുന്ന DC ജോർജിന്റെ. അവന്റെ അപ്പന്റെ വില പോലും ഇപ്രാവശ്യം അവന് കിട്ടുകയില്ല. അവന്റെ അപ്പനുള്ള വില പോലും ഇവിടെ കിട്ടുകയില്ല. ഒന്ന് പിന്നെ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനി BJP വോട്ട് ചെയ്യുവോ? അതായത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം 12,000 വോട്ടാണ് മാനസികാപ്പിന് BJPയുടെ വോട്ട് കിട്ടിയിരുന്നത്. ശരിയാണോ? 15,000 വോട്ടിന് ഭൂരിപക്ഷമാണ്. അതിന്റെ അകത്ത് 15,000 വോട്ടോ ഭൂരിപക്ഷം എന്ന് പറയുന്നത് BJPയുടെ വോട്ടല്ല, അല്ല കോൺഗ്രസിന്റെ വോട്ടും BJPയുടെ വോട്ടെല്ലാം അങ്ങോട്ട് ചെന്നേക്കുന്നത്. കേരള കോൺഗ്രസിന്റെ വോട്ട് പോവുകയല്ല.